കസവും കൊണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളിയില് കര കസവും കൊണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം എല്ലോളം നുള്ളിയെടുത്തോട്ടേ മംഗളം നാളെ മാംഗല്യം താമരപ്പൂന്തുമ്പി പോലെ ചന്ദന കുളിരിൽ നീരാടാൻ പിൻകിടാവേ നീ വരുമ്പോൾ നെഞ്ചിലെ താലപ്പൊലി വേണം അരയെണ്ണത്തൂവലിലണിയാൻ അണിമഞ്ഞിൻ തുള്ളികൾ വേണം നാണം മൂടും കണ്ണം നെഴുതാനാരും കാണാ കാർമുകിലിൻ മഷി വേണം എല്ലോളം നുള്ളിയെടുത്തോട്ടേ നന്നാക്കാനുണ്ടോ എവിടെ കുട നന്നാക്കാനുണ്ട്. ആദ്യം നിന്റെ തല പോയി നന്നാക്ക്, അതിനുശേഷം കുട നന്നാക്കാം കേട്ടാ. അതായത് നീ തല നന്നാക്കിയിട്ട് കുട നന്നാക്കിയാൽ മതി. കാരണം തലയില്ലാത്ത കുട വെച്ച് പിടിച്ചിട്ട് കാര്യമില്ല, നടക്കുമെന്ന് തോന്നുന്നില്ല, നന്നാവൂല അല്ലല്ലേ. ഞങ്ങൾ കുട നന്നാക്കാൻ വന്ന രണ്ട് മലയാളി സഹോദരങ്ങളാണ്. അല്ല, നിങ്ങൾ മലയാളിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം ആഫ്രിക്കൻ ആണല്ലേ? എന്ത് പറ്റിയടാ? ഇവറ്റകളുടെ ശബ്ദം കേൾക്കാൻ എന്ത് സുന്ദരം, എന്ത് സംഗീതാത്മകം. എടാ, ഈ ബുദ്ധി എന്താ നമുക്ക് നേരത്തെ തോന്നാത്തത്? ആ കോസ്റ്റ്യൂം വന്നിട്ട് ഉല്ലാസപ്പൂത്തിരികൾ. ഞാൻ അന്ന് വെക്കുമ്പോ പൂ ചെറുതായിരുന്നു, 2024 ആയപ്പോ വലുതായി. ചേച്ചി ചെറിയ പൂ നോക്കി കിട്ടിയില്ല, പിന്നെ ഇവന്റെ ചെവിയിലിരുന്ന പൂ എടുത്താണ് വെച്ചത്. ആദ്യമായിട്ട് സ്റ്റാർ മാജിക്കിൽ വന്ന കോമഡി പറഞ്ഞത് ദിവ്യ ഉണ്ണിയുടെ കോമഡിയാ, ഓർക്കുന്നുണ്ടോ? സിസ്റ്റേഴ്സിന്റെ കോമഡി. പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വേണ്ടി സീരിയലിലാണ് പോയത്. ശംഖുപുഷ്പം സീരിയലിൽ മേഡമാണ് അഭിനയിച്ചത്. അന്ന് തുണിക്കടയിലെ സീനായിരുന്നു. അതൊരു പാസിങ് നിർത്തി. അപ്പോൾ അവിടുത്തെ ഒരു മേക്കപ്പ് മാൻ ഉണ്ട്, പുള്ളിയുടെ പേരറിയാമോ? നാളെ തുടങ്ങി എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയം കണ്ടിട്ടായിരിക്കും അസിസ്റ്റന്റ് ആയിട്ട്, മേക്കപ്പിന്റെ അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ മേക്കപ്പിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഇക്കത്തെ നേരത്തെ പറഞ്ഞില്ല, അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ നിന്ന്. അപ്പൊ ടച്ചപ്പ് ബോയ്ക്ക് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബാഗ് തരും, ഗ്ലിസറിൻ തരും, ടച്ചപ്പ് സാധനം തരും, ഗ്ലിസറിൻ ടച്ചപ്പിന്റെ സാധനം. അപ്പൊ ഇടക്ക് ഇങ്ങനെ കണ്ണാടി കാണിച്ചു കൊടുക്കണം. കണ്ണാടി വെക്കുമ്പോൾ ഒരു സീൻ ഉണ്ട്, ഹൈറ്റ് ഉള്ള കാരണം എനിക്ക് ഹൈറ്റ് ഉള്ള കാരണം ഞാൻ പൊക്കി പിടിക്കുള്ളൂ. അപ്പൊ ദിവ്യോണ്ട് എന്നോട് പറയും ഒന്ന് താത്തി പിടിക്കണമെന്ന് പറയും. അങ്ങനെ എന്നോട് സംസാരിക്കുന്നത്, എന്നോട് അങ്ങനെ സംസാരിക്കാറൊന്നും. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഷൂട്ടിങ് ഞാൻ വൈകുന്നേരമായി വന്നപ്പോൾ എന്നോട് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ഇല്ലേ, സിസ്റ്റേഴ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായി, ഇതുണ്ടെങ്കിൽ ഭയങ്കര സിനിമയിലൊക്കെ കണ്ട ആർട്ടിസ്റ്റാണല്ല. അപ്പോൾ ഓടി ഞാൻ ചെന്നിട്ട് നമ്മൾ ലൈറ്റ് ബോയുടെ ഒക്കെ അടുത്ത് സിസ്റ്റർ ഉണ്ടായി, 2 എണ്ണം വേണം എസ് ഉണ്ടെന്ന് തോന്നി, സിസ്റ്റേഴ്സ് എടുക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ലൈറ്റ് ബോയുടെ അടുത്തൊന്നും സിസ്റ്റേഴ്സിനെ കണ്ടില്ല. അപ്പോൾ ഞാൻ അടുത്തുള്ള പെട്ടിക്കടയിൽ പോയിട്ട് 2 സിസ്റ്റർ വാങ്ങിച്ചിട്ട് ദിവ്യ ഉണ്ണി കൊടുത്തപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. ജെയിംസ് എന്നൊരു വിളി വിളിച്ച്, ഷൗട്ട് ചെയ്ത് വിളിച്ച്. ശരിക്കും ദിവ്യ ഉണ്ണി ചോദിച്ചത് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കത്രിയാണ് ചോദിച്ചതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, 1-2 കാര്യങ്ങൾ. ഞാൻ താനൊന്നും ആരെയും വിളിക്കാറില്ല, ഈവൻ യൂണിറ്റില് ഉള്ള എല്ലാവരും. ഞാനങ്ങനെ വിളിച്ചായിട്ട് പറഞ്ഞതല്ലേ, ഞാനൊരു ഫ്ലോക്ക് വേണ്ടി പറഞ്ഞത്, അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെ വിളിക്കുന്നത് കുറവാണ്, വിളിക്കാറില്ല. ഒന്നിലെ പേര് വിളിക്കുക. എന്റെ താഴെയുള്ള ആളുകളാണെങ്കിൽ, മേലെ ഉള്ളത് ആരാണെങ്കിലും ചേട്ടാ ചേച്ചി അങ്ങനെയാണ് വിളിക്കാറുള്ളൂ. നിങ്ങൾ മസാല ഇടുമ്പോ നല്ല മസാല, പൂപ്പൽ പിടിച്ച മസാല. ഇനി കഥ പറയണ്ട, എല്ലാവരും കേട്ടു ഈ കഥ. ഓക്കെ.